മലപ്പുറത്തെ ഒരു ഉൾനാടൻ ഗ്രാമത്തിൽ നിന്നാണ് ഷഫീഖ് എന്ന യുവാവിന്റെ കഥ തുടങ്ങുന്നത്. കുടുംബത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ പരിതാപകരമായിരുന്നു. വീട്ടുചെലവ് മുന്നോട്ടു കൊണ്ടുപോകാൻ ദിവസേന ബുദ്ധിമുട്ടി. ഉമ്മയുടെ മരുന്നിനും ചെറുപ്പക്കാരായ സഹോദരങ്ങളെ സ്കൂളിൽ അയക്കുന്നതിനും പണം വേണമായിരുന്നു. വിവാഹം കാത്തിരിക്കുന്ന സഹോദരിമാർക്കും അവൻ പണം കണ്ടെത്തേണ്ടതുണ്ടായിരുന്നു. ഈ ബാധ്യതകളെല്ലാം ഷഫീഖിന്റെ ചുമലിലായി. എന്തു ചെയ്യണമെന്നറിയാതെ അവൻ വിഷമിച്ചു നിൽക്കുകയായിരുന്നു. അങ്ങനെയിരിക്കെയാണ് സൗദി അറേബ്യയിൽ സുഖമുള്ള ഓഫീസ് ജോലി തരപ്പെടുത്തി കൊടുക്കുന്ന ഒരു ഏജന്റിനെക്കുറിച്ചറിയുന്നത്. നല്ല ശമ്പളവും അധികം കഷ്ടപ്പാടില്ലാത്ത ജോലിയുമായിരുന്നു അവൻ സ്വപ്നം കണ്ടത്. നാട്ടിൽ നിന്ന് കടം വാങ്ങിയും മറ്റും വലിയൊരു തുക അവൻ ഏജന്റിന് നൽകി. ഷഫീഖ് സൗദിയിലേക്ക് തിരിച്ചു. ഇൻഷാ അല്ലാ, ഈ യാത്ര എന്റെ കുടുംബത്തിന്റെ തലവര മാറ്റും എന്നവൻ മനസ്സിൽ പ്രാർത്ഥിച്ചു. സൗദിയിൽ വിമാനമിറങ്ങിയപ്പോഴാണ് താൻ ചതിക്കപ്പെട്ടു എന്ന് അവനു മനസ്സിലാകുന്നത്. സ്വപ്നം കണ്ട എയർ കണ്ടീഷൻ ചെയ്ത ഓഫീസ് ജോലി അല്ല അവന് ലഭിച്ചത്. കഠിനാധ്വാനം വേണ്ടുന്ന നിർമ്മാണ സൈറ്റിലെ കൂലിപ്പണിയാണ് അവന് കിട്ടിയത്. അവൻ വല്ലാതെ തകർന്നുപോയി. മറ്റു ജോലി തേടി അവൻ കുറെ അലഞ്ഞെങ്കിലും നല്ലതൊന്നും കിട്ടിയില്ല. ഈ വിഷമത്തിൽ 4-5 മാസങ്ങൾ വെറുതെ കടന്നുപോയി. ചിലപ്പോൾ കൂലിപ്പണി ചെയ്യും, മറ്റു ചിലപ്പോൾ മൃഗങ്ങളെ നോക്കാനുള്ള ജോലി ചെയ്യും. അവന്റെ വീട്ടുകാർ വിളിക്കുമ്പോൾ ഇവിടെ ജോലിയെല്ലാം സെറ്റായി, ഉടൻ കാശയക്കാം എന്ന് കള്ളം പറഞ്ഞു. ഒറ്റയ്ക്കിരുന്ന് അവൻ കണ്ണീരൊഴുക്കി. 6 മാസമായിട്ടും വീട്ടിലേക്ക് ഒരു ചില്ലുകാശ് പോലും അയക്കാൻ ഷഫീഖിന് സാധിച്ചില്ല. അങ്ങനെയിരിക്കെ ഒരു ദിവസം യാദൃശ്ചികമായി 3 സ്ത്രീകൾ അവനെ സമീപിച്ചു. അവർ മാന്യമായ വേഷം ധരിച്ചവരും മുഖം മറയ്ക്കാത്തവരുമായിരുന്നു. നീ ഞങ്ങളുടെ കൂടെ വന്നാൽ ഒരു രാത്രിക്ക് 1500 റിയാൽ, ഏകദേശം 35,000 ഇന്ത്യൻ രൂപയോളം നൽകാം. അവർ അവനോട് പറഞ്ഞു. ഒരു സ്ത്രീയുടെ ജോലിക്ക് 500 റിയാൽ വീതം 3 പേർക്ക് 1500 റിയാൽ. ഷഫീഖ് ഞെട്ടിപ്പോയി. ഒറ്റ രാത്രി കൊണ്ട് 6 മാസം താൻ കഷ്ടപ്പെട്ടതിന്റെ ഫലം. ഒരു നിമിഷം അവന്റെ ദുരിതം നിറഞ്ഞ മനസ്സിൽ സന്തോഷം തോന്നി. ഒരുപക്ഷേ ഇതെന്റെ തലവിധി മാറ്റാനുള്ള വഴിയാവാം, അവൻ മനസ്സിൽ വിചാരിച്ചു. പക്ഷേ ഉടൻ തന്നെ അവന്റെ മനസാക്ഷി ഉണർന്നു. ഇത് ഹറാമായ, നിഷിദ്ധമായ കാര്യമാണോ? ഈ പണമുണ്ടാക്കാൻ വേണ്ടി ഞാൻ വഴിതെറ്റിപ്പോവുകയാണോ? അവൻ സ്വയം ചോദിച്ചു. ഒടുവിൽ അവൻ ആ പണത്തിനു വഴങ്ങി. നിങ്ങൾ ആവശ്യപ്പെടുന്ന എന്ത് കാര്യവും ചെയ്യാൻ ഞാൻ തയ്യാറാണ്, അവൻ അവരോട് പറഞ്ഞു. എനിക്ക് പണം അത്യാവശ്യമാണ്. എങ്ങോട്ട് വരണം, എന്താണ് ചെയ്യേണ്ടത് പറയൂ. തന്റെ ജീവിതം വഴിതെറ്റിയെന്നുറപ്പിച്ചാണ് ഷഫീഖ് അവരോടൊപ്പം യാത്ര തിരിച്ചത്. അവർ പോകും വഴി അവനോടൊരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ഈ ജോലിക്ക് പല പുരുഷന്മാരെയും വിളിച്ചിരുന്നു, പക്ഷേ ആരും അധികനേരം പിടിച്ചു നിൽക്കാതെ ഓടിപ്പോകുകയായിരുന്നു. ഇത് കേട്ടപ്പോൾ ഷഫീഖിന്റെ ഭയം കൂടിക്കൂടി വന്നു. അവൻ താൻ ആരെയും ഭയപ്പെടുന്നില്ലെന്ന് അവരോട് പറഞ്ഞു. ജോലി എന്നത് ജോലിയാണെന്നും പണമുണ്ടാക്കാൻ ഒരു മടിയുമില്ലെന്നും അവൻ അവരെ ബോധ്യപ്പെടുത്തി. നിന്നെ കണ്ടാൽ കരുത്തനായ, ഊർജ്ജസ്വലനായ ഒരു യുവാവിനെ പോലെ തോന്നുന്നു, അവർ ചോദിച്ചു. നിനക്ക് കല്യാണം കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ അവിവാഹിതനാണ്, ഷഫീഖ് മറുപടി പറഞ്ഞു. വീട്ടിലെ ബാധ്യത തീർക്കാൻ വേണ്ടിയാണ് ഇവിടെ വന്നത്. 6 മാസമായി കാര്യമായ വരുമാനമൊന്നുമില്ല. അവർ സഞ്ചരിച്ച് വിജനമായ ഒരു മരുപ്രദേശത്ത് ഒരു വനത്തിലേക്ക് കടന്നു. അവിടെ ദൂരെയായി ഒരു വീട് കണ്ടു. ഇവിടെയാണ് നിനക്ക് ജോലി ചെയ്യാനുള്ള സ്ഥലം, അവർ പറഞ്ഞു. ഇവിടെ മറ്റാരുമില്ല, ഒരു തടസ്സവുമില്ല. രാത്രി മുഴുവൻ നീ ഞങ്ങളുടെ ജോലി ചെയ്യണം. വീടിന്റെ ഭംഗി കണ്ട് ഷഫീഖ് അതിശയിച്ചുപോയി. ഈ കാടിനുള്ളിൽ എന്തിനാണ് ഇത്രയും മനോഹരമായ വീട്? അവന്റെ ആശയക്കുഴപ്പം വർദ്ധിച്ചു. അകത്ത് ചെന്നപ്പോൾ അവർ അവനെ ഇരുത്തി. നീ വല്ലതും കഴിച്ചോ? വിശക്കുന്നില്ലേ എന്ന് ചോദിച്ച് അവർ ഭക്ഷണം നൽകി. ഷഫീഖ് നന്നായി ഭക്ഷണം കഴിച്ചു. ഇപ്പോൾ എനിക്ക് നല്ല കരുത്തുണ്ട്, ഞാൻ ഫിറ്റാണ്, അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. ഇനി പറയൂ, എന്താണ് ചെയ്യേണ്ടതെന്ന്? ശരി, നമുക്കകത്തേക്ക് പോകാം, അവർ പറഞ്ഞു. അവിടെ വെച്ച് ജോലി ചെയ്യാം. അകത്തേക്ക് ചെന്നപ്പോൾ അവൻ കണ്ടത് ഒരു നിലവറയിലേക്കുള്ള തഹ്ഖാന എന്ന ഗോവണിയാണ്. ഷഫീഖ് ആകെ പരിഭ്രാന്തനായി. എന്തോ വലിയ ചതി ഇവിടെയുണ്ട്. അവൻ മനസ്സിൽ അല്ലാഹുവിനെ വിളിച്ചു. അവൻ നിലവറയിലേക്കിറങ്ങി. അവിടെ കണ്ട കാഴ്ച ഷഫീഖിന്റെ രോമം എഴുന്നേൽപ്പിച്ചു. ആ മുറിയിൽ 3 സുന്ദരന്മാരായ ആൺകുട്ടികൾ ഇരിക്കുന്നു. ഇവരാരാണ്? എന്തിനാണ് എന്നെ ഇവിടെ കൊണ്ടുവന്നത്? അവൻ ഭയന്ന് പിന്നോട്ടു മാറി. അവരിൽ ഒരു സ്ത്രീ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവരുമായിട്ടാണ് നിനക്ക് ജോലി ചെയ്യാനുള്ളത്. ഷഫീഖിന്റെ ശബ്ദമിടറി. മുഖത്ത് ഭയം നിറഞ്ഞു. ഇല്ല, ഈ കുട്ടികളോടൊപ്പം എനിക്ക് ജോലി ചെയ്യാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഷഫീഖ് പിന്നോട്ടു മാറി. അപ്പോൾ ഒരു സ്ത്രീ വാതിലടച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾ നിന്നെ ഇവിടെ കൊണ്ടുവന്നത് തമാശ കാണാനല്ല. ഞങ്ങൾ പറയുന്നത് നീ ചെയ്യണം. 1500 റിയാൽ എന്നത് ചെറിയ തുകയല്ല.
വേറെ വഴിയില്ലാതെ ഷെഫീഖ് അവർ പറഞ്ഞ ജോലി ചെയ്യാൻ തുടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ അവൻ ആ കുട്ടികളുമായി അടുത്തു. ഒരു മാസം മുഴുവൻ അവൻ അവിടെ ജോലി ചെയ്തു. വാക്കുപാലിച്ച സ്ത്രീകൾ അവന് കൃത്യമായി എല്ലാ ദിവസവും 1500 റിയാൽ നൽകി. ഒരു മാസത്തെ ശമ്പളം കിട്ടിയപ്പോൾ അവൻ ആദ്യമായി നാട്ടിലേക്ക് പണം അയച്ചു. നാട്ടിൽ ഉമ്മയുടെ ചികിത്സ തുടങ്ങി. സഹോദരങ്ങൾ സ്കൂളിൽ പോയി. സഹോദരിയുടെ വിവാഹാലോചനകൾ സജീവമായി. കുടുംബത്തിന്റെ സന്തോഷം കണ്ടപ്പോൾ ഷെഫീഖിന്റെ കണ്ണുകൾ നിറഞ്ഞു. ഞാൻ ചെയ്യുന്ന ജോലി എന്തായാലും എന്റെ കുടുംബത്തിനാണിതിന്റെ ഫലം എന്നവൻ സമാധാനിച്ചു. എങ്കിലും ഓരോ രാത്രിയിലും ഇതൊരു ഹറാമായ കാര്യമല്ലേ എന്നവന്റെ മനസാക്ഷി അവനെ കുത്തിനോവിച്ചു. ഇതിനിടയിൽ ആ സ്ത്രീകൾ വഴി അവൻ ഉമ്മയെ ഫോൺ വിളിപ്പിച്ചു. ഉമ്മയുടെ ശബ്ദം കേട്ടപ്പോൾ അവൻ കരഞ്ഞുപോയിരുന്നു. മാസങ്ങൾ കടന്നുപോയിട്ടും ഷെഫീഖ് ഈ ജോലി തുടർന്നു. അവൻ തിരിച്ചുപോകാൻ ആഗ്രഹിച്ചെങ്കിലും അവർ സമ്മതിച്ചില്ല. നിനക്ക് ഞങ്ങളുടെ ജോലി പൂർത്തിയാക്കാനുണ്ട്, അവർ പറഞ്ഞു. അപ്പോഴാണ് ആ സത്യം വെളിപ്പെടുന്നത്. ആ ജോലി ഒരു ഹറാമായിരുന്നില്ല. ആ കുട്ടികൾക്ക് അതിഭയങ്കരമായ ഒരു സാംക്രമിക ത്വക്ക് രോഗമുണ്ടായിരുന്നു. ശരീരത്തിൽ വ്രണങ്ങളും പഴുപ്പും നിറഞ്ഞ ഒരവസ്ഥയായിരുന്നു അത്. ആരും അടുക്കാൻ മടിക്കുന്നതായിരുന്നു ആ അവസ്ഥ. ഡോക്ടർമാർ പോലും കൈവിട്ട നിലയിലായിരുന്നു അവർ. രോഗം പകരുമെന്ന് ഭയന്ന് അമ്മമാർക്ക് പോലും മക്കളുടെ അടുത്തു പോകാൻ സാധിച്ചിരുന്നില്ല. അവർ പല സൗദി പൗരന്മാരുടെയും സഹായം തേടി. പക്ഷേ രോഗം കണ്ട് എല്ലാവരും പേടിച്ചോടി. അങ്ങനെയാണ് പണത്തിന് അത്യാവശ്യമുള്ള ഒരാളെ അവർ തിരഞ്ഞത്. അയാൾക്ക് മനസ്സിൽ നന്മയുണ്ടാകണം. ഷെഫീഖിനെ കണ്ടപ്പോൾ അവനൊരു നല്ല മനുഷ്യനാണെന്ന് അവർക്ക് തോന്നി. അവർ അവനെ നിയമിച്ചത് ആ കുട്ടികളെ പരിപാലിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടിയായിരുന്നു. ഈ സത്യം മനസ്സിലായപ്പോൾ ഷെഫീഖിന് വലിയ ആശ്വാസമായി. താനൊരു ഹലാലായ ജോലിയാണ് ചെയ്തതെന്നും തന്റെ കഷ്ടപ്പാട് ഒരു ഇബാദത്ത് അഥവാ ആരാധനയായി മാറിയെന്നും അവൻ തിരിച്ചറിഞ്ഞു. അവൻ എല്ലാ ദിവസവും ശരീരമാസകലം കവറും ഗ്ലൗസും മാസ്കും ധരിച്ചു. എന്നിട്ട് ആ കുട്ടികളെ പരിചരിച്ചു. അവൻ വ്രണങ്ങൾ വൃത്തിയാക്കി മരുന്നു പുരട്ടി അവരുമായി സ്നേഹത്തോടെ സംസാരിച്ചു. ഭയന്നിരുന്ന കുട്ടികൾ ഇപ്പോൾ ഷെഫീഖിനെ കാണാൻ കാത്തിരുന്നു. ഷെഫീഖിന്റെ 3 മാസത്തെ ആത്മാർത്ഥമായ സേവനം കൊണ്ട് കുട്ടികൾ 90% സുഖം പ്രാപിച്ചു. അവർ ചിരിക്കാനും കളിക്കാനും തുടങ്ങി. ഷെഫീഖ് അവർക്കൊരു മാലാഖയായി മാറി. ഒരു ദിവസം ഷെഫീഖ് ആ സ്ത്രീകളോട് അവരുടെ കഥ ചോദിച്ചു. അവർ സഹോദരിമാരാണ്. തങ്ങളുടെ ഭർത്താക്കന്മാരായ 3 സഹോദരന്മാരും ഒരു കാർ അപകടത്തിൽ മരണപ്പെട്ടെന്ന് അവർ പറഞ്ഞു. അതിനുശേഷമാണ് മക്കൾക്ക് ഈ രോഗം വന്നതെന്നും അവർ കണ്ണീരോടെ വെളിപ്പെടുത്തി. കുട്ടികൾ പൂർണ്ണമായും സുഖമായപ്പോൾ ഷെഫീഖ് തിരികെ നാട്ടിലേക്ക് പോകാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. അപ്പോൾ ആ 3 സഹോദരിമാരും കരഞ്ഞുകൊണ്ട് അവന്റെ മുന്നിൽ കൈകൂപ്പി. ഞങ്ങളെ ഉപേക്ഷിക്കരുത്, അവർ അപേക്ഷിച്ചു. ഞങ്ങൾക്ക് ധനമോ പണമോ വേണ്ട, എല്ലാം ഭർത്താക്കന്മാർ ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ മക്കൾക്കിപ്പോൾ നീയാണവരുടെ ഉപ്പ. ഞങ്ങൾക്ക് നീയാണ് ജീവിതത്തിന്റെ താങ്ങ്. ഞങ്ങൾ 3 പേരും നിനക്ക് ഭാര്യമാരാകാൻ തയ്യാറാണ്. ഷെഫീഖാകെ അമ്പരന്നു. അവൻ നാട്ടിലേക്ക് ഉമ്മയെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഉമ്മയുടെ മറുപടി ഇപ്രകാരമായിരുന്നു: മോനെ, നീ അവിടെ അനാഥരായ 3 മക്കളെ രക്ഷിച്ചു. നീ അവിടെ ചെയ്തത് ദൈവത്തിന്റെ വഴിയാണ്. ആ 3 സ്ത്രീകളും നിന്നെ വിശ്വസിക്കുകയാണ്. നീ അവരെ നിസ്സഹായരാക്കരുത്. അവരെയും നിന്റെ മക്കളെയും സ്വീകരിക്കണം. ഇതാണ് നിനക്ക് പടച്ചോൻ നൽകിയ വിധി. നിനക്കിഷ്ടമുള്ളപ്പോൾ ഞങ്ങളെ കാണാൻ വരാം. ഉമ്മയുടെ അനുവാദത്തോടെ ഷെഫീഖ 3 സഹോദരിമാരെയും വിവാഹം കഴിച്ച് അവരുടെ മക്കളുടെ പിതാവായി അവിടെ തുടർന്നു. ഇന്നും ഭർത്താവും പിതാവുമായി ഷെഫീഖ് സന്തോഷത്തോടെ കഴിയുന്നു. എല്ലാ വർഷവും നാട്ടിലെത്തി ഉമ്മയെയും സഹോദരങ്ങളെയും കാണാറുണ്ട്. ദാരിദ്ര്യം മാറ്റാൻ പോയ ഒരു മലയാളി മുസ്ലിം യുവാവ് തന്റെ മനുഷ്യത്വം കൊണ്ട് അന്യദേശത്തെ 3 കുടുംബങ്ങളുടെ രക്ഷകനും ഭർത്താവുമായി മാറിയ ഈ സത്യകഥ ഇൻസാനിയത്ത് അഥവാ മനുഷ്യത്വമാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് തെളിയിക്കുന്നു.